കളമൊരുങ്ങുന്നത് വനിതകളുടെ പോരാട്ടത്തിനും. പ്രഗത്ഭരുടെ ഭാര്യമാർ കളത്തിലിറങ്ങുമ്പോൾ മത്സരം തീപാറും. തുടർച്ചയായ വിവാദങ്ങൾ കൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ദിവസേന ഇടം പിടിച്ചിരിക്കുന്ന പാലായിൽ നിന്നും വീണ്ടും ഒരു അപ്രതീക്ഷിത വാർത്തയാണ് പുറത്തുവരുന്നത്. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ പാലാ മണ്ഡലത്തിൽ നിന്നും മാണി സി കാപ്പന് പകരം അദ്ദേഹത്തിന്റെ ഭാര്യ ആലീസ് മത്സരിച്ചേക്കുമെന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. LDF സ്ഥാനാർത്ഥിയായി ജോസ് കെ മാണിയുടെ ഭാര്യ നിഷ ജോസ് കെ മാണി മത്സരിക്കുമെന്ന വാർത്തകൾ പുറത്തു വന്നതോടെയാണ് UDF ക്യാമ്പിലും മറുതന്ത്രങ്ങൾ ആലോചിച്ചു തുടങ്ങിയത്. മികച്ച സാമൂഹ്യ പ്രവർത്തകയായ നിഷ ജോസ് കെ മാണി മത്സരിച്ചാൽ വനിതകൾക്കിടയിൽ വലിയ സ്വീകാര്യത ലഭിക്കുമെന്ന് UDF ഭയപ്പെടുന്നു. കഴിഞ്ഞ 7 വർഷമായി MLA എന്ന നിലയിൽ പാലായ്ക്ക് വേണ്ടി കാപ്പൻ ഒന്നും ചെയ്തില്ല എന്ന വ്യാപകമായ ആരോപണങ്ങളാണ് ഉയർന്നുവരുന്നത്. കൂടാതെ വണ്ടി ചെക്ക് കേസ് ഉൾപ്പെടെ നിരവധി സാമ്പത്തിക തട്ടിപ്പ് കേസുകളിൽ പ്രതിയായ കാപ്പന് കോടതി വ്യവഹാരം കഴിഞ്ഞിട്ട് പാലായുടെ കാര്യത്തിൽ ഇടപെടുന്നതിന് സമയമില്ലെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. ആരോഗ്യ പ്രശ്നങ്ങളാലും കോടതി വ്യവഹാരങ്ങൾ കൊണ്ടും ബുദ്ധിമുട്ടുന്ന കാപ്പനെ ഒഴിവാക്കി പകരം കാപ്പന്റെ ഭാര്യ ആലീസ് മത്സരിക്കണമെന്ന നിർദ്ദേശമാണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ തന്നെ പാലായിൽ പല മരിച്ചടക്കുകളിലും കാപ്പന് പകരം റീത്തു വയ്ക്കുന്നത് ഭാര്യ ആലീസാണ്. ഇതിനിടയിൽ പാലാ ജനറൽ ഹോസ്പിറ്റലിൽ പാവപ്പെട്ട രോഗികൾക്കായി ഓങ്കോളജി വിഭാഗം പ്രവർത്തനം ആരംഭിക്കുന്നതിനെ ശക്തമായി കാപ്പൻ എതിർത്തിരുന്നു. പാലായിലും പരിസരത്തുമുള്ളവർക്കെല്ലാം ക്യാൻസർ പടർന്നു പിടിക്കുമെന്നാണ് കാപ്പൻ പറഞ്ഞത്. യാതൊരു അടിസ്ഥാനവുമില്ലാതെ പാലായ്ക്ക് ലഭിക്കുന്ന ഒരു ചികിത്സാ സൗകര്യം മുടക്കുന്നതിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് ഉയർന്നുവരുന്നത്. ഇതിനു മുൻപും വലവൂരിൽ ട്രിപ്പിൾ IT വന്നപ്പോൾ അത് പട്ടിക്ക് കിട്ടിയ മുഴുവൻ തേങ്ങ ആണെന്ന് കാപ്പൻ പ്രചരിപ്പിച്ചിരുന്നു. ഈ നിയമസഭയുടെ അവസാന സമ്മേളനത്തിൽ പോലും പാലായ്ക്ക് വേണ്ടി എന്തെങ്കിലും ആവശ്യപ്പെടാനോ ബഡ്ജറ്റിൽ ഉൾപ്പെടുത്തിക്കാനോ കാപ്പന് കഴിഞ്ഞിട്ടില്ല. മണ്ഡലത്തിൽ ഉടനീളമുള്ള മോശം അഭിപ്രായവും MLA എന്ന നിലയിലുള്ള മോശം പെർഫോമൻസും ആരോഗ്യക്കുറവും വിവിധ കോടതികളായി നടക്കുന്ന നിരവധി വഞ്ചനാ കേസുകളും ഒക്കെ പരിഗണിച്ച് മാണി സി കാപ്പൻ മത്സര രംഗത്ത് നിന്നും മാറി നിന്നാൽ പകരം ഭാര്യ ആലീസ് മാണി ആയിരിക്കും മത്സരിക്കുക എന്ന് ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. പാലായിലെ മരണ വീടുകളിൽ ഇതിനകം തന്നെ സജീവ സാന്നിധ്യം ആലീസ് അറിയിച്ചിട്ടുമുണ്ട്. അതിനാൽ ഏതെങ്കിലും കാരണവശാൽ മാണി സി കാപ്പൻ മാറി നിന്നാൽ ഭാര്യയായിരിക്കും മത്സരിക്കുക എന്ന അഭ്യൂഹം പാലായിൽ സജീവമാണ്. മാണി സി കാപ്പന്റെ പാർട്ടിയായ KDPയുടെ നിരവധി പ്രമുഖ നേതാക്കൾ പാലായിൽ തന്നെ ഉണ്ടായിരിക്കെ കാപ്പന്റെ ഭാര്യ മരണ വീടുകളിൽ റീത്തുമായി സ്ഥിരം പോകുന്നത് ആ പാർട്ടിയിൽ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. മാണി സി കാപ്പൻ മത്സരിച്ചില്ലെങ്കിൽ മത്സരിക്കാൻ ഭരണം കാലത്തെ കരുത്തൻ വിനോദ് വരാനാനി കച്ച മുറുക്കിയിട്ടുണ്ട്. പക്ഷേ താൻ മത്സരിക്കുന്നില്ലെങ്കിൽ തന്റെ ഭാര്യയായിരിക്കണം സ്ഥാനാർത്ഥി എന്ന് ഉറപ്പിച്ചാണ് കാപ്പന്റെ നീക്കങ്ങൾ. BJPയിലും സ്ഥിതി വ്യത്യസ്തമല്ല. ഷോൺ ജോർജിനോട് പാലായിൽ നിന്നും പിൻവാങ്ങി പൂഞ്ഞാറിൽ മത്സരിക്കാനാണ് BJP ആവശ്യപ്പെട്ടിരിക്കുന്നത്. PC ജോർജ് മത്സരിക്കേണ്ട എന്നാണ് BJP തീരുമാനം. അങ്ങനെ വരുമ്പോൾ പാലാ സീറ്റിൽ ഷോൺ ജോർജിന്റെ ഭാര്യ പാർവതിയാകും BJP സ്ഥാനാർത്ഥിയാവുക. പാലായിലെ ഹിന്ദു വോട്ട് ലക്ഷ്യം വെച്ചാണ് ഈ നീക്കം. ഇടത് ക്യാമ്പിൽ നിഷ ജോസ് കെ മാണിയാവും മത്സരിക്കുക എന്നാണ് അറിയുന്നത്. ജോസ് കെ മാണി തന്റെ ജന്മദേശവും പാർട്ടിയുടെ ശക്തി കേന്ദ്രവുമായ കടുത്തുരുത്തിയിൽ മത്സരിക്കുന്നത് കൊണ്ടാണ് പാലായിൽ നിഷയെ മത്സരിപ്പിക്കാൻ LDF തയ്യാറാകുന്നതെന്നാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ പാലായുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരുപക്ഷെ വനിതകളുടെ മത്സരം ഉണ്ടാകുവാനുള്ള സാഹചര്യമാണ് ഉരുത്തിരിയുന്നത്. അത് സജീവ രാഷ്ട്രീയത്തിലുള്ള പ്രധാന നേതാക്കളുടെ ഭാര്യമാർ തന്നെയാകുമ്പോൾ സംസ്ഥാനത്തെ ഏറ്റവും ശ്രദ്ധ ആകർഷിക്കുന്ന മത്സരമായി മാറുമെന്ന കാര്യത്തിൽ തർക്കമില്ല.